ഇന്ന് വന്നിരിക്കുന്ന ഡയറക്ടർമാരുടെ ഒരു ചെറിയൊരു കാര്യം പറയാനാണ്. ഈ ഡയറക്ടർമാരെന്ന് പറഞ്ഞാൽ ഒരു 10-50 പ്രൊഡ്യൂസർമാരുടെ അടുത്തൊക്കെ പോയി എല്ലാ ദിവസവും പോയി മീറ്റ് ചെയ്ത് അതിന് കഥയൊക്കെ കേട്ട് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു പ്രൊഡ്യൂസറെ കിട്ടുന്നത്. ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ വ്യക്തി, അതായത് പ്രൊഡ്യൂസർമാർ വ്യക്തിക്ക് ഈ സിനിമ ഈ സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള പൈസ മുടക്കാനുള്ളൊരു ആംബിയർ ഉണ്ടോ എന്നുകൂടെ നോക്കണം ഒന്ന്. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് ഈ സിനിമ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം, ഡയറക്ടറും പ്രൊഡ്യൂസറും ഇട്ട ബഡ്ജറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ ഫണ്ടുകൾ വരും എന്നുള്ള രീതിയിൽ ഒരിക്കലും സിനിമകൾ തുടങ്ങാൻ പാടില്ല. വന്നില്ലെങ്കിൽ പെടാൻ പോകുന്നത് ഡയറക്ടർമാരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല. അവരുടെ ലൈഫ് തന്നെ ചിലപ്പോൾ 1-2 വർഷത്തേക്കൊന്നും ഇല്ലാതാവും. കാരണം ഈ പടം പകുതിക്കായി അവരുടെ വീട്ടുകാരെ കുടുംബക്കാരെ അവരൊക്കെ ചോദിക്കും പടം എന്താ. ഇത് കേട്ട് കേട്ട് സത്യം പറയാ ഡയറക്ടർ എന്ന് പറഞ്ഞ മനുഷ്യന്റെ അങ്ങ് പ്രാന്താവും. കാരണം പോയി ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടിയ പ്രൊഡ്യൂസർ അവസ്ഥ ഇതാണെങ്കിൽ ഈ പ്രൊഡ്യൂസർ മാത്രമല്ല ഇതിനകത്ത് പെടുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്ടർ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെല്ലാം പെടും. ഏറ്റവും വലിയ ബുദ്ധിമുട്ടുന്നത് ഡയറക്ടറായിരിക്കും. കാരണം പറഞ്ഞാൽ പുള്ളിക്കാരന് കറക്റ്റായിട്ടുള്ള ശമ്പളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാര്യം ഈ പടം ഇറങ്ങിയാലാണ്, അല്ലെങ്കിൽ അതിനുള്ള കുറച്ച് പൈസ പ്രൊഡ്യൂസറിന് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാക്കണം. പക്ഷെ അപ്പം അങ്ങനെ ഫിനാൻസ്, ഇപ്പം പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഫിനാൻസ് വരാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾ കോ പ്രൊഡ്യൂസർ വരാനോ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും. അത് നല്ല ടൈം ഇന്നായി നാളെ ലോട്ടറി വിട്ട് നീണ്ട് പോവുകയും ചെയ്യും. അപ്പം ഇദ്ദേഹം എന്ത് ഈ ഡയറക്ടർ എന്ന് പറഞ്ഞ ആള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് നാളെ ശരിയാവുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് ഫണ്ടുകൾ കടം മേടിച്ച് കൂട്ടി പുള്ളിക്കാരൻ ഒരു വഴിയാധാരമാവുന്നതൊക്കെ ഒരുപാട് ഡയറക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രൊഡക്ഷനിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് തീർക്കാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ആരും ഈ പടം തുടങ്ങിക്കഴിഞ്ഞാൽ ഫിനാൻസ് വരും അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർമാർ വരും എന്നുള്ള ധാരണ വെച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 90% നടക്കുന്ന ഈ സംഭവമാണ്. ഇതിനകത്ത് എല്ലാവരും പെടും. ഇതിനകത്ത് ഈ പ്രൊഡ്യൂസറും പെടും, ഡയറക്ടറും പെടും. പ്രൊഡ്യൂസർ ആ ഒരു മൈൻഡ് അങ്ങ് മാറ്റിയാൽ മതി, പടം ഫണ്ട് വരും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അത് പിന്നെ എങ്ങും എത്താത്ത രീതിയിൽ പോകരുത്. അതുകൊണ്ട് ഇതും കൂടി ഞാൻ പറയുക. ഓക്കെ, താങ്ക് യു.